സാമ്പത്തിക തിരിമറി നടത്തി സസ്പെൻഷനിലായ ജീവനക്കാരനെ തിരിച്ചെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആര്യൻകാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന AV വിജേഷ് നടത്തിയത് 50 ലക്ഷം രൂപയുടെ തിരിമറി. വിജേഷ് ജോലി ചെയ്ത മറ്റിടങ്ങളിൽ ഓഡിറ്റ് നടത്താൻ കാലതാമസമുണ്ടാകുന്നതിനാൽ സസ്പെൻഷൻ പിൻവലിക്കുന്നുവെന്ന വിചിത്രവാദം. തുടർ നടപടികളില്ലാത്തതിനാൽ ദേവസ്വം ജീവനക്കാർക്കിടയിലും അതൃപ്തി. കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആര്യങ്കാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ AV വിജേഷ് നടത്തിയ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുന്നത്. ആര്യങ്കാവ് കിളിമരത്തുകാവ് ദേവസ്വങ്ങളിൽ 50 ലക്ഷം രൂപയുടെ തിരിമറിയാണ് വിജേഷ് നടത്തിയത്. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓഡിറ്റിലായിരുന്നു ക്രമക്കേട് വ്യക്തമാകുന്നത്. പണം തിരിച്ചടച്ചെങ്കിലും ഭീമമായ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ വിജേഷിനെ 2024 ഡിസംബർ 24 അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ ഗ്രൂപ്പിൽ വിജേഷ് ചാർജ് വഹിച്ചിരുന്ന വിവിധ ദേവസ്വങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ വ്യക്തത വരുത്താൻ ഓഡിറ്റ് നടത്താനും തീരുമാനിച്ചു. എന്നാൽ പിന്നീടുണ്ടായ ഉന്നത ഇടപെടലുകളിൽ ഓഡിറ്റ് നടപടികൾ പേരിന് മാത്രമായി ഒതുങ്ങി. 5 മാസത്തിനിപ്പുറം തുടർ നടപടികൾ ഒഴിവാക്കി വിജേഷിനെ സർവീസിൽ തിരിച്ചെടുത്തു. മറ്റു ദേവസ്വങ്ങളിലെ ഓഡിറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസമുള്ളതിനാൽ അന്വേഷണ വിധേയമായി തന്നെ തിരിച്ചെടുക്കുന്നുവെന്ന വിചിത്ര ഉത്തരവും ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയിട്ടുണ്ട്. ഓഡിറ്റ് നടപടികൾ യഥാസമയം പൂർത്തിയാക്കാത്തത് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ്. അതിന്റെ പേരിൽ ക്രമക്കേട് നടത്തിയ ഓഫീസറെ തിരിച്ചെടുക്കുന്നതിൽ ദേവസ്വം ജീവനക്കാർക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. ക്രിമിനൽ കേസെടുക്കേണ്ട കുറ്റകൃത്യം നടത്തിയ സബ് ഗ്രൂപ്പ് ഓഫീസറെ ബോർഡിലെ ഉന്നതർ സംരക്ഷിക്കുകയാണെന്നാണ് ആക്ഷേപം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.